അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, പഠിതാക്കളെ, അൽ ഖബീർ അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ മറ്റൊരു ഇസ്മിനെ സംബന്ധിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. അൽ ഖബീർ എന്ന അള്ളാഹുവിൻ്റെ ഇസ്മിന് ഇമാം അൽ ഖത്താബി റഹിമഹുല്ലാഹ് കൊടുക്കുന്ന അർത്ഥം, ഒരു വസ്തുവിൻ്റെ സത്തയെക്കുറിച്ച് നമുക്കറിയാം. ഓരോ വസ്തുവിനും അതിൻ്റേതായ സത്തയുണ്ടായിരിക്കും. ആ സത്തയെ സംബന്ധിച്ച് അറിവുള്ളവനും അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയവനുമാണ് അൽ ഖബീർ. അതേപ്രകാരം വസ്തുക്കളുടെ അന്തസത്ത, അവയുടെ യഥാർത്ഥ രൂപത്തിൽ അറിയുക എന്ന അർത്ഥമാണ് അൽ ഖബർ എന്ന പദത്തിന് പണ്ഡിതന്മാർ കൊടുക്കുന്ന മീനിങ്. ആ അർത്ഥ കൽപ്പന പ്രകാരം അൽ ഇൽമ് എന്ന പദത്തിനുള്ളതിനേക്കാളൊക്കെ വിപുലമായ അർത്ഥമാണ് അൽ ഖബറിന് ഉള്ളത്. അൽ ഖബർ എന്ന പദത്തിൽ നിന്നാണ് അൽ ഖബീർ എന്ന നാമം ഉണ്ടായിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ 45 സ്ഥലങ്ങളിൽ അൽ ഖബീർ എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ് വന്നിട്ടുണ്ട്. 2-3 ഉദാഹരണങ്ങൾ. സൂറത്തു അൽ അൻആമിലെ 18-ാമത്തെ ആയത്ത് അൽ ഹക്കീമുൽ ഖബീർ, അഗാധജ്ഞനും സൂക്ഷ്മജ്ഞാനും. സൂറത്ത് തഹ്രീമിലെ 3-ാമത്തെ ആയത്ത് അൽ അലീമുൽ ഖബീർ, സർവജ്ഞനും അതേപോലെ തന്നെ സൂക്ഷ്മമായി അറിയുന്നവനും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സംഭവം ഇങ്ങനെയാണ്. പ്രവാചകൻ്റെ ഭാര്യമാരിൽ ഒരാൾ ഒരു വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഒളിച്ചു വെക്കുകയും മറച്ചു വെക്കുകയും ചെയ്തപ്പോൾ അവരോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ല തുഖ്ബിരീനി ഔ ല യുഖ്ബിറന്നി അൽ ലത്തീഫുൽ ഖബീർ. നിങ്ങൾ എന്നോട് പറയുക, അല്ലെങ്കിൽ അൽ ലത്തീഫും അൽ ഖബീറുമായവൻ, അതായത് അള്ളാഹു എന്നോട് പറയുന്നതാണ്. അപ്പോൾ ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്, വളരെ സൂക്ഷ്മമായി, രഹസ്യമായി, പരസ്യമായി ഒളിച്ചു വെക്കുന്ന ഏതൊരു കാര്യവും കൃത്യമായ നിലയിൽ അറിയുന്നവൻ എന്ന അർത്ഥമാണ് അൽ ഖബീർ എന്ന അള്ളാഹുവിൻ്റെ ഈ ഇസ്മിന് ഉള്ളത്. ഇന്നലെ നമ്മുടെ ലത്തീഫ് എന്ന ഇസ്മിനെ സംബന്ധിച്ച് പഠിച്ചപ്പോൾ അവിടെയും അൽ ഖബീറിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഏതായാലും നമ്മുടെ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറയുകയുണ്ടായി, പടച്ചവൻ്റെ അസ്മാഉകൾ, വിശിഷ്ടമായ ഈ നാമങ്ങൾ പഠിക്കുന്നത് അള്ളാഹുവിനെ അറിയാനും അള്ളാഹുവിലേക്ക് അടുക്കുവാനും അള്ളാഹുവിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കി പടച്ചവനോട് കൂടുതലായി ദുആകളിലും ദിക്റുകളിലൂടെയും റബ്ബിലേക്ക് സാമീപ്യം സിദ്ധിക്കാൻ സഹായകമാകുന്നതാണ് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പഠിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വലിയ മാറ്റം. ആ ഇസ്മുകൾ, അതിൻ്റെ എണ്ണം പഠിക്കുക, അതിൻ്റെ അർത്ഥം പഠിക്കുക, അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നതാണ്. ആയതിനാൽ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് റബ്ബ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.